ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് 2-ലെ ക്യാഷ് ബഡ്ജറ്റാണ്. ക്യാഷ് ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ക്യാഷ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും, അതായത് ക്യാഷ് എവിടെ നിന്നൊക്കെ നമുക്ക് റെസീപ്റ്റ്സ് കിട്ടി അല്ലെങ്കിൽ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ക്യാഷ് എവിടെയെല്ലാമാണ് നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യുന്നത്, അത് ക്യാഷ് വെച്ച് നമ്മൾ എന്തൊക്കെ പേയ്മെൻറ്റ്സ് നടത്തുന്നു, എത്ര പേയ്മെൻറ്റ്സ് വരും എന്നുള്ളതെല്ലാം ബഡ്ജറ്റിൽ എസ്റ്റിമേഷൻ നടത്തുവാൻ വേണ്ടിയിട്ട് അത് നോക്കിയിട്ട് ബാക്കി വരുന്നത് ഡെഫിസിറ്റ് ആണോ അത് സർപ്ലസ് ആയിരിക്കുമോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അറിയാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്സ്റ്റ് ബുക്കിലെ 5.24 എന്ന പേജ് നമ്പറിലെ ഇല്ലുസ്ട്രേഷൻ 11 ആണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് തന്നേക്കുന്നത് ഇവിടെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് സെയിൽസ് ആൻഡ് കോസ്റ്റ്, അതായത് ഭാവിയിൽ വരും എന്ന് നമ്മൾ വിചാരിക്കുന്ന സെയിൽസും അതിന് വേണ്ട മെറ്റീരിയൽസ് ഇത്ര രൂപയ്ക്ക് വാങ്ങണം, വേജസ് ഇത്ര കൊടുക്കേണ്ടി വരും, ഓവർ ഹെഡ്സ് ഇത്ര വരും എന്ന രീതിയിൽ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അതർ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അതർ ഇൻഫോർമേഷൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ് 72,000 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് 25 പെർ മന്ത് ആണ്. അതെവിടെ നിന്ന് ജൂലൈ മുതൽ ഡിസംബർ വരെയാണ് അത് കൊടുക്കേണ്ടത്. സെയിൽസ് കമ്മീഷൻ 5% on sales was to be remitted to the distribution in the month following the month of sales. സെയിൽസ് കമ്മീഷൻ 5% കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. Then 50,000 was expected to be received as deposit in the month of July. ജൂലൈയിൽ 50,000 ഡെപ്പോസിറ്റ് വരുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെയിൽസ് 50% ക്രെഡിറ്റും ദെൻ ബാക്കി 50% അടുത്ത മാസം കിട്ടും എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ മെറ്റീരിയൽ പർച്ചേസ്ഡ് വരുന്നതും അതുപോലെ തന്നെ 50% ക്യാഷായിട്ട് നമ്മൾ കൊടുക്കും, പർച്ചേസ് ചെയ്യും. അത് കഴിഞ്ഞ് ബാലൻസ് അടുത്ത മാസമാണ്. ഓവർ ഹെഡ്സ് വരുന്നത് 25% കുഡ് ബി പെയ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദെയർ ഇൻസിഡൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വേജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്, വേജസ് കൊടുക്കുന്നത് അടുത്ത മാസം 1-ാം തീയതി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും അഡീഷണൽ ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തന്ന ഇൻഫോർമേഷനും ഈ അഡീഷണൽ ഇൻഫോർമേഷനും വെച്ചിട്ട് വേണം നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി ക്യാഷ് ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ക്യാഷ് ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇതാണ് ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഫോർമാറ്റ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഹാഫ് ഇയർ കണ്ടുപിടിക്കാനാണ്. അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ബഡ്ജറ്റുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഫോർമാറ്റ് വരയ്ക്കേണ്ടത്. എമൗണ്ട് കോളം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ദെൻ പെർട്ടിക്കുലേഴ്സ്. ഹെഡിങ് കൊടുക്കുക ക്യാഷ് ബഡ്ജറ്റ് ഫോർ ദ ഹാഫ് ഇയർ എൻഡിങ് 30/9/2016. ഇങ്ങനെയാണ് ഫോർമാറ്റ് വരയ്ക്കേണ്ടത്. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. ഈ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 72,000 എന്നുള്ള ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ അതർ ഇൻഫോർമേഷനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇൻഫോർമേഷൻ ബാങ്ക് ബാലൻസ് ഓൺ 1st April 2016 72,000 എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കാണണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എടുത്ത് കാണാം. ഓക്കെ, 72,000 അതർ ഇൻഫോർമേഷനിൽ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് മന്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. അങ്ങനെയാണ് ബാക്കിയുള്ള എമൗണ്ടുകൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമ്മൾ റെസീപ്റ്റ്സ് എല്ലാം എഴുതണം, അത് ടോട്ടൽ ചെയ്യണം. അത് കഴിഞ്ഞ് പേയ്മെൻറ്റ്സ് എല്ലാം എഴുതണം, അത് ടോട്ടൽ ചെയ്യണം. ഈ റെസീപ്റ്റ്സിൻ്റെ ടോട്ടലിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ റെസീപ്റ്റ്സ് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ പേയ്മെൻറ്റ്സ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് നെക്സ്റ്റ് മന്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെയാണ് ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഫോർമാറ്റ്. ഇനി റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് നമ്മൾ എഴുതുക. ക്യാഷ് സെയിൽസിൽ നമുക്ക് അതർ ഇൻഫോർമേഷനിൽ പറഞ്ഞിട്ടുണ്ട് 50% of the sales are on credit. The
പീരീഡ് ഓഫ് ക്രെഡിറ്റ് ബീയിങ് 1 month. അതായത് നമ്മളുടെ തന്നേക്കുന്ന സെയിൽസിൻ്റെ ഹാഫ് ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ക്രെഡിറ്റ് പീരീഡ് 1 month ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ശതമാനം, അതായത് 50% ഓഫ് സെയിൽസ് നമുക്ക് അടുത്ത മാസമേ ക്യാഷ് കിട്ടുള്ളൂ. ഈ മാസം കിട്ടുന്നത് ഇപ്പം നടന്നതിൻ്റെ ബാക്കി 50% ക്യാഷ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സെയിൽസിൻ്റെ ഹാഫ് ഓഫ് ദിസ് മന്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ സെയിൽസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ സെയിൽസിൻ്റെ മാർച്ചിൽ, ഏപ്രിൽ, മെയ്യിലെല്ലാം സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഏപ്രിൽ മുതലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏപ്രിലിലെ 1,40,000 ആണ് സെയിൽസ് തന്നേക്കുന്നത്. ഇതിൻ്റെ 50% ആണ് നമുക്ക് കിട്ടുള്ളൂ ഈ മാസം. എന്നിട്ട് അടുത്ത മാസം ഇതിൻ്റെ 50% അടുത്ത മാസമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ക്യാഷ് സെയിൽസ് നമ്മൾ എഴുതേണ്ടത് ഈ മാസത്തെ സെയിൽസിൻ്റെ 50%, 1,40,000യുടെ 50%, അടുത്തത് 1,54,000ൻ്റെ 50%. അങ്ങനെയാണ് നമ്മൾ ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്. ഫ്രം ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് സെയിൽസ് ബാക്കി പകുതി നമുക്ക് അടുത്ത മാസമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മാസം നമുക്ക് കിട്ടുള്ളൂ. ഇതിന് മുന്നത്തെ പ്രീവിയസ് മന്തിൻ്റെ പകുതി ആയിരിക്കും നമുക്ക് ഈ മാസം കിട്ടുന്നത്. അപ്പോൾ ഈ ഏപ്രിൽ നമുക്ക് കിട്ടുള്ളൂ, മാർച്ചിലെ പകുതി ആയിരിക്കും ഏപ്രിൽ കിട്ടുന്നത്. മെയ്യിൽ കിട്ടുള്ളൂ, ഏപ്രിലിൻ്റെ പകുതിയാണ് മെയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രം ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടത് സെയിൽസ് എമൗണ്ടിൻ്റെ തൊട്ട് മുന്നത്തെ മാസത്തിൻ്റെ പകുതി ശതമാനം, അതായത് 50% ആണ് നമ്മൾ സെയിൽസ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് എഴുതുക. ഏപ്രിൽ എഴുതുമ്പോൾ മാർച്ചിൻ്റെ 1,50,000യുടെ പകുതി ശതമാനമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്, 75,000. മെയ്യിൽ എഴുതുമ്പോൾ ഏപ്രിൽ മന്തിൻ്റെ 1,40,000യുടെ 50% ആണ് മെയ്യിൽ എഴുതേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഫ്രം ഡെറ്റേഴ്സ് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. എല്ലാ എമൗണ്ടും കണ്ടുപിടിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഡെപ്പോസിറ്റ് ഫ്രം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്കിവിടെ അതർ ഇൻഫോർമേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ 50,000 എമൗണ്ട് എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ആസ് ഡെപ്പോസിറ്റ് ഫ്രം ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻ ദ മന്ത് ഓഫ് ജൂലൈ. ജൂലൈയിൽ 50,000 റുപ്പീസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തിൽ 50,000 റുപ്പീസ് നമ്മളിവിടെ ഡെപ്പോസിറ്റ് എഴുതി. ഇത്രയുമാണ് നമുക്ക് റെസീപ്റ്റ്സ് വന്നേക്കുന്നത്. ഇനി ഇതെല്ലാം ആഡ് ചെയ്യുക. അതായത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ റെസീപ്റ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ എഴുതുക. നെക്സ്റ്റ് പേയ്മെൻറ്റ്സ് ആണ് എഴുതേണ്ടത്. പേയ്മെൻറ്റ്സിനകത്ത് എന്തൊക്കെയാണ് പേയ്മെൻറ്റ്സ് വരുന്നത് എന്നുള്ളത് നോക്കാം. അതായത് നമ്മളുടെ എക്സ്പെൻസസുകളൊക്കെയാണ് നമ്മൾ പേയ്മെൻറ്റ്സിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ വേജസ്, ഓവർ ഹെഡ്, കമ്മീഷൻ, ലോൺ പേയ്മെൻറ്റ് ചെയ്തു, എന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു, ഇതെല്ലാം നമ്മൾ പേയ്മെൻറ്റ്സിൽ വരും. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് ക്യാഷ് പർച്ചേസാണ്. ക്യാഷ് പർച്ചേസിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 50% of the material purchased is paid in the same month and the balance in the next month. നമ്മൾ വാങ്ങിക്കുന്ന പർച്ചേസസ്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തതിൻ്റെ പകുതി ശതമാനമേ നമ്മൾ, അതായത് 50% മാത്രമേ നമ്മൾ ഈ മാസം കൊടുക്കുകയുള്ളൂ. ബാക്കി പകുതി വരുന്നത് അടുത്ത മാസമാണ്. അപ്പോൾ ക്യാഷ് പർച്ചേസ് എന്ന് പറയുന്നത് പകുതി ശതമാനമായിരിക്കും, ഈ മാസത്തെ തന്നെ പകുതി ശതമാനം. ഈ മാസം നമ്മൾ മെറ്റീരിയൽസ് എന്തോരം വാങ്ങിച്ചു എന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽസ് ബ്രോട്ടിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ മന്തിൽ നമ്മൾ വാങ്ങിച്ചത് 1,20,000. ഇതിൻ്റെ 50% മാത്രമേ ഇപ്രാവശ്യം നമ്മൾ ക്യാഷ് പേ ചെയ്യുള്ളൂ. അങ്ങനെയാണ് 1,20,000യുടെ 50% ആയ 60,000 എഴുതിയേക്കുന്നത്. അതുപോലെയാണ് എല്ലാ എമൗണ്ടുകളും നമ്മൾ എഴുതേണ്ടത്. അതായത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തതിൻ്റെ 50% മാത്രമേ ഈ മാസം നമ്മൾ പേ ചെയ്യുള്ളൂ. അപ്പോൾ എത്രയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അതിൻ്റെ 50% കണക്കാക്കുക, എല്ലാ മാസവും അത് എഴുതുക. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഈ മാസം നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ 50%. ബാക്കി 50% നമ്മൾ നെക്സ്റ്റ് മന്താണ് പേ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ
ഏപ്രിൽ മാസം നമുക്ക് കിട്ടുന്നത് ഇതിന് മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്ത ഇതിൻ്റെ 50% നമ്മൾ ഈ മാസം ക്രെഡിറ്റേഴ്സിന് കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് എഴുതേണ്ടത് ഇതിന് മുന്നത്തെ പ്രീവിയസ് മന്തിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിച്ചതിൻ്റെ 50% ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏപ്രിൽ എഴുതേണ്ടത് മാർച്ച് മന്തിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിച്ചതിൻ്റെ എമൗണ്ടിൻ്റെ 50%. ഇവിടെ 90,000 റുപ്പീസിൻ്റെ 50% ആയ 45,000 ആണ് വരുള്ളൂ. അതുപോലെ ഇവിടെ വരുള്ളൂ 1,20,000ൻ്റെ 50% ആയ 60,000. അങ്ങനെയാണ് പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് വരിക. നെക്സ്റ്റ് വേജസ് നമ്മളുടെ ഒരു എക്സ്പെൻസാണ്. വേജസ് നമുക്ക് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡീഷണൽ ഇൻഫോർമേഷനിൽ വേജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ഫസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫോളോയിങ് മന്ത്. അതായത് ഈ മാസത്തെ വേജസ് നമ്മൾ പേ ചെയ്യണത് അടുത്ത മാസം 1-ാം തീയതിയാണ്. മാർച്ച് മാസത്തെ എക്സ്പെൻസ് നമ്മൾ ഏപ്രിൽ 1-ാം തീയതിയാണ് പേ ചെയ്യുള്ളൂ. സോ നമ്മളുടെ ക്വസ്റ്റ്യനിൽ വേജസ് ഓരോ മാസത്തെ തന്നിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ മാർച്ച് മാസത്തെ നമ്മൾ എപ്പോൾ പേ ചെയ്യും? ഏപ്രിലാണ് പേ ചെയ്യുള്ളൂ. സോ മാർച്ചിലെ എമൗണ്ട് ഏപ്രിൽ എഴുതുക, ഏപ്രിൽ എമൗണ്ട് മെയ്യിൽ എഴുതുക, മെയ്യിലെ എമൗണ്ട് ജൂണിൽ എഴുതുക. അങ്ങനെയാണ് ഇവിടെ എഴുതേണ്ടത്. മാർച്ചിൽ 18,000 നമ്മൾ ഏപ്രിൽ എഴുതി. അങ്ങനെ നമ്മൾ എല്ലാ മാസവും അതിൻ്റെ എമൗണ്ട് എഴുതുക. അത് കഴിഞ്ഞ് വരുന്നത് ഓവർ ഹെഡ്സ് ആണ്. ഓവർ ഹെഡ്സ് നമ്മളോട് പറഞ്ഞേക്കുന്നത് 25% ഓഫ് ദ ഓവർ ഹെഡ് കുഡ് ബി പെയ്ഡ് ഇൻ ദ മന്ത് ഓഫ് ഫോളോയിങ് ദെയർ ഇൻസിഡൻസ്. അതായത് എന്നാണോ ഓവർ ഹെഡ്സ് സംഭവിച്ചേക്കുന്നത് അതിൻ്റെ 25% നമ്മൾ അടുത്ത മാസമേ പേ ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത മാസം പേ ചെയ്യുമ്പോൾ ആ മാസത്തിൻ്റെ 75%വും അതിൻ്റെ മുന്നത്തെ മാസത്തിൻ്റെ 25%വും കൂട്ടിയിട്ട് വേണം നമ്മൾ ഓവർ ഹെഡ്സ് എഴുതാൻ. ഫസ്റ്റ് മാസത്തെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓവർ ഹെഡ്സ് തന്നേക്കുന്നത് ഏപ്രിൽ മന്തിലാണല്ലോ നമ്മൾ എഴുതേണ്ടത്. 35,400 ആണ് ഏപ്രിൽ മാസത്തെ ഓവർ ഹെഡ്സ് വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ 75%വും ഇതിന് മുന്നത്തെ ഓവർ ഹെഡിൻ്റെ 25%വുമാണ് ടോട്ടൽ ചെയ്യേണ്ടത്. അതായത് 35,400ൻ്റെ 75%ഉം ഇതിൻ്റെ മുന്നത്തെ മാസം മാർച്ച് മാസത്തിൽ വരുന്ന 31,000ൻ്റെ 25%ഉം കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ ഓവർ ഹെഡ് എഴുതാനായിട്ട്. ഒന്നും കൂടെ പറയാം. ഓവർ ഹെഡ് എഴുതേണ്ടത് 75% ഓഫ് ദിസ് മന്ത് ആൻഡ് 25% ഓഫ് പ്രീവിയസ് മന്ത്. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്തിട്ട് വേണം നമ്മൾ എമൗണ്ട് എഴുതാനായിട്ട്. അങ്ങനെ എല്ലാ മാസവും ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സെയിൽസ് കമ്മീഷനാണ്. സെയിൽസ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത് 5% ഓൺ സെയിൽസ്. ക്വസ്റ്റ്യനിൽ സെയിൽസ് കമ്മീഷൻ അറ്റ് 5% ഓൺ സെയിൽസ് was to be remitted to the distributors in the month following the month of sales. സെയിൽസ് നടന്നതിൻ്റെ അടുത്ത മാസം അതിൻ്റെ 5% കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് മന്തിൻ്റെ സെയിൽസ് നോക്കുക. 1,50,000 ആണ് മാർച്ചിൽ. അതിൻ്റെ 5% കണ്ടുപിടിച്ച് ഏപ്രിൽ കൊടുക്കുക. ഏപ്രിൽ മാസത്തിൻ്റെ സെയിൽസ് 1,40,000. അതിൻ്റെ 5% കണ്ടുപിടിച്ച് മെയ്യിൽ കൊടുക്കുക. അങ്ങനെയാണ് എല്ലാ മാസത്തിൻ്റെയും സെയിൽസ് കമ്മീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് വെച്ചാൽ ലോൺ റീപേയ്മെൻ്റ് ആണ്. ലോൺ റീപേയ്മെൻറ്റ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 25,000 പെർ മന്ത് വാസ് ടു ബി റെമിറ്റഡ് ഫ്രം ജൂലൈ ടു ഡിസംബർ. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസത്തിലാണ് നമുക്ക് 25,000 എമൗണ്ട് വരിക. അപ്പോൾ ലോൺ റീപേയ്മെൻറ്റിൻ്റെ എമൗണ്ട് ജൂലൈയിൽ, ഓഗസ്റ്റിൽ, സെപ്റ്റംബറിൽ 3 മാസം നമ്മൾ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പേയ്മെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ടോട്ടൽ എഴുതുക. ഏപ്രിലും മെയ്യിലും ജൂണിലും ജൂലൈയിലൊക്കെ നമുക്ക് പേയ്മെൻറ്റ്സ് എല്ലാം ടോട്ടൽ ചെയ്തിട്ട് ഒരു ടോട്ടൽ കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ ടോട്ടലിൽ നിന്നും, അതായത് റിസീപ്റ്റ്സ് കഴിഞ്ഞുള്ള ടോട്ടലിൽ നിന്നും പേയ്മെൻറ്റ്സ് മൈനസ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ്. അഥവാ ബാലൻസ് ക്യാരിഡ് ഡൗൺ എന്ന് പറയുന്നത്.
ഈ ബാലൻസ് ക്യാരി ഡൗൺ ആണ് ഇവിടെ അടുത്ത മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് നമ്മൾ എഴുതുക. ഈ മാസം ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അത് അടുത്ത മാസം ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. അത് കഴിഞ്ഞ് ഇവിടെ ഈ എമൗണ്ടിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അത് അടുത്ത മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്ലോസിംഗ് ബാലൻസ് പോസിറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ അത് സർപ്ലസും നെഗറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ അത് ഡെഫിസിറ്റും എന്ന് നമ്മൾ പറയും. അതായത് ബാങ്ക് ഓടിയെടുത്തു, ഓവർ ഡ്രാഫ്റ്റ് എടുത്തു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.